ഈ കോൺകോർഡ് എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുകൂടി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഒറ്റ മാർക്ക് പോലും നിങ്ങൾ ഇതിനകത്ത് മിസ് ചെയ്യരുത്. എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് എന്നും ആവശ്യമുള്ളതാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോർഡ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കോൺകോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. എന്തായിരുന്നു എഗ്രിമെൻറ്റ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സെൻറ്റൻസസ്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ദ ചൈൽഡ് സ്ലീപ്സ് സൗണ്ട്ലി. ദ ചൈൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സിംഗുലറാണ്. സിംഗുലർ സബ്ജക്റ്റ് വന്നു, ചിൽഡ്രൻ എന്നുള്ളത് താഴെ, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അപ്പോൾ നോക്കിയേ എവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? വെർബിൽ ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഇല്ല അല്ലേ? സ്ലീപ്സ്, ദ ചൈൽഡ് സ്ലീപ്സ് സൗണ്ട്ലി. അപ്പോൾ അതാണ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും എസ് ഫോം വരും, വെർബിൻ്റെ എസ് ഫോം. അതേസമയം പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ, പ്ലൂറൽ ഇവിടെ ചിൽഡ്രൻ ആണ് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ എസ് ഉണ്ടോ? എസ് ഇല്ല. അപ്പോൾ ഇതാണ് ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സബ്ജക്റ്റും വെർബും തമ്മിൽ വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിലും എസ് ഫോം വരും, വെർബിൻ്റെ എസ് ഫോം. അത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. വെർബിൻ്റെ എസ് ഫോം എവിടെയാണെങ്കിലും നിങ്ങളത് ചേർക്കണം. എസ് ഇല്ലെങ്കിൽ എസ് ചേർക്കുക. അപ്പോൾ ചൈൽഡ് എന്നുള്ള സിംഗുലറിൻ്റെ കൂടെ വെർബിൻ്റെ എസ് ഫോം ചേർത്തു. അതേസമയം പ്ലൂറൽ ചിൽഡ്രൻ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഫോം ഇല്ല. ഇത് അടുത്തത്, ദ ഡോഗ് ബാർക്സ് വെരി ഓഫൺ. ദ ഡോഗ്സ് ബാർക്ക് വെരി ഓഫൺ. അപ്പം നോക്കിയേ, ഡോഗ് എന്നുള്ള സിംഗുലർ, അതിൻ്റെ കൂടെ എസ് ഫോം വന്നിട്ടുണ്ട്. ദ ഡോഗ്സ് എന്നുള്ളത് പ്ലൂറലാണ്, അതിൻ്റെ കൂടെ എസ് ഫോം ഇല്ല. ഇനി നോക്കിയത് എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റും വെർബും തമ്മിലുള്ള കാര്യമാണ്. വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, വെർബ് ഓൾസോ വിൽ ബി സിംഗുലർ. ഇതാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ചൈൽഡ് സ്ലീപ്സ്, ചിൽഡ്രൻ സ്ലീപ്പ്. ഡോഗ് ബാർക്സ്, ഡോഗ്സ് ബാർക്ക്. ഓക്കെ, ഇനി നോക്കി. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, ദേ സിങ് ബ്യൂട്ടിഫുള്ളി. ഇവിടെയും നമ്മൾ നോക്കുക, എസ് ഫോം. ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, അപ്പോൾ അവിടെ എസ് ഫോം വന്നിട്ടുണ്ട്. ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ എസ് ഫോം ഇല്ല. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. എസ് ഫോം ഡിനോട്ട്സ് സിംഗുലർ. എക്സാമ്പിളാണ് സിങ്സ്, തിങ്സ്, ഈറ്റ്സ്, ഗോസ്, ബൈസ്, എക്സെട്ര. അപ്പോൾ അതെല്ലാം സിംഗുലർ. അടുത്തത് നിങ്ങൾ ചെയ്ത് മനസ്സിലൊന്ന് നോക്കുക. ഷീ സിങ്സ്, ദേ എന്തായിരിക്കും വരിക? ദേ സിങ് അല്ലേ? അടുത്തത് ഹീ തിങ്സ്, എങ്ങനെ വരും? ദേ തിങ്ക്. ഓക്കെ, ഹീ ഈറ്റ്സ്, ദേ ഈറ്റ്. ഓക്കെ, അതാണ് സിംഗുലറിൻ്റെ കൂടെ എസ് ഫോം വരിക. സിംഗുലർ സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും എസ് ഫോം വരും എന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്, കുറച്ചുകൂടി കാര്യങ്ങൾ, ചില കൺഫ്യൂഷൻ വരുന്ന ചില സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. എവ്രിബഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് പ്ലൂറൽ ആണല്ലോ, അങ്ങനെ അവിടെ എസ് വേണ്ടല്ലോ എന്ന് ഓർക്കും. അപ്പോൾ ഈ ഒരു എക്സെപ്ഷണൽ കേസാണ് സബ്ജക്റ്റ് എവ്രിബഡി, ഈച്ച്, നോബഡി, സംബഡി, ഇതൊക്കെ വരുമ്പോൾ അതിൽ നമ്മൾ എസ് ഫോമാണ് ചേർക്കുക. അത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ സബ്ജക്ട്സ് എവ്രിബഡി, ഈച്ച്, നോബഡി, സംബഡി, ഇങ്ങനെയുള്ള ചില വേർഡ്സൊക്കെ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് എവ്രിബഡി നോസ് ഇംഗ്ലീഷ്, ഈച്ച് ഓഫ് ദം നീഡ്സ് ഹെൽപ്പ്. അതിപ്പോൾ ഇവിടെ നമ്മൾക്ക് ദം ഒക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും ദം എന്ന് പറയുന്ന പ്ലൂറലാണ്, അവിടെ നീഡല്ലേ വരണ്ടേ. പക്ഷേ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റാണ് നോക്കുന്നത്. ഈച്ച് എന്നുള്ള വേർഡിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുക. അടുത്തത് നോബഡി നോസ് വെയർ ഹീ ഈസ്, സംബഡി നോട്ടീസസ് യു. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ മനസ്സിൽ തറവാക്കി വെക്കുക, ബൈഹാർട്ടാക്കി വെക്കുക. എവ്രിബഡി, ഈച്ച്, നോബഡി, സംബഡി, ഇതുപോലെയുള്ള കുറച്ച് വാക്കുകൾ അതെപ്പോഴും നമ്മൾ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ കൂടെ എപ്പോഴും എസ് ഫോം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. അടുത്ത് നോക്കി. നെയ്തർ ഓഫ് അസ് ലൈക്സ് കോഫി. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ നെയ്തർ എന്ന് പറയുന്നത് നെയ്തർ ഓഫ് അസ്,
ഇത് എന്താണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെയ്തർ ഓഫ് അസ്. അതുകൊണ്ടാണ് ഇവിടെ ലൈക്സ് എന്നുള്ള എസ് ഫോം വന്നിരിക്കുന്നത്. അടുത്തത് എവ്രി വൺ ഓഫ് യു ഹാസ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇപ്പോൾ എവ്രി വൺ എന്നുള്ളത് എന്താണ്? സിംഗുലറാണ്, സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഹാസ് വന്നിരിക്കുന്നത്. ഹാസ് ആണ് സിംഗുലർ അല്ലേ? മറ്റേ പ്ലൂറൽ ആണെങ്കിൽ എന്താണ് വരിക? ഹാസിൻ്റെ പ്ലൂറൽ എന്താണ്? ഹാവ്. അതിപ്പം ഇല്ല, നിങ്ങൾ ഓർക്കണ്ട. ഇനി അടുത്ത സെൻറ്റൻസ് ദ ബുക്സ് പ്ലേസ്ഡ് ഇൻ ദ ടേബിൾ നീഡ് ബൈൻഡിങ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു 2 പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ടേബിൾ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? ടേബിൾ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? അപ്പോൾ അവിടെ നീഡ്സ് അല്ലേ വരേണ്ടത് എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ ആദ്യത്തെ സബ്ജക്റ്റ് എന്താണ്? ദ ബുക്സ്. ദ ബുക്സ് നീഡ് ബൈൻഡിങ്. ബുക്സ് എന്നുള്ളത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് ഇവിടെ നീഡ് വന്നിരിക്കുന്നത്. മനസ്സിലാവും? എസ് ഫോം വേണ്ട. എസ് ഫോം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം. അടുത്തൊന്ന് നോക്കിയേ. ദ ബിഹേവിയർ ഓഫ് ദീസ് സ്റ്റുഡൻസ് ഈസ് ടു ബാഡ്. അപ്പോൾ നമുക്ക് വീണ്ടും സംശയം വരാം. സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറൽ അല്ലേ? അപ്പോൾ അവിടെ ആറല്ലേ വരേണ്ടത് എന്ന് സംശയം വേണോ? സംശയം വേണ്ട. കാരണം സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ബിഹേവിയർ അല്ലേ? ദ ബിഹേവിയർ ഓഫ് ദീസ് സ്റ്റുഡൻസ് ഈസ് ടു ബാഡ്. ബിഹേവിയർ ഈസ് ടു ബാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് കാണുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിക്കാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ടൊരുങ്ങുക. എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.